പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ. യേശു മറുകരെ ഗദറായുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറുകളിൽ നിന്ന് ഇറങ്ങി വന്ന 2 പിശാച് ബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ചു പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിന് മുൻപ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ? അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. പിശാചുകൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവൻ കിഴുക്കാം തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തു. പന്നി മേയ്ക്കുന്നവർ ഭയപ്പെട്ടോടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാച് ബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു. അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു. അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. ഈശോയെ, നിന്റെ ദൈവവചനം ധ്യാനിച്ച് പ്രസംഗിക്കാൻ ദാസനെ അനുഗ്രഹിക്കണമേ. നിന്റെ സഹോദരങ്ങൾ, നിന്റെ മക്കൾ ചേർന്ന് എനിക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനയുടെ വിലയിൽ ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ എന്നെ ശക്തിപ്പെടുത്തുകയും പാപിയും എളിവനുമായി എന്നെ നിന്റെ വചനത്തിൻ്റെ ഉപകരണമാക്കി മാറ്റുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, 25ാമത് പരിത്രാണ ബൈബിൾ കൺവെൻഷൻ്റെ സമാപന ദിവസം ഈ വചനപന്തലിൽ ആയിരുന്ന ഇവിടുത്തെ ശുശ്രൂഷകരായിട്ടുള്ള വൈദികരോടും അൽമായരോടും ഈ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ധ്യാസദസ്സിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോടുമൊപ്പം ദൈവവചനം പങ്കുവയ്ക്കാൻ ഞാൻ സന്തോഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. നാം കേട്ടത് സമാന്തര സുവിശേഷങ്ങൾ 3-ലും പരാമർശിക്കപ്പെടുന്ന ഒരു പിശാച് ബാധിതൻ്റെ ആത്മീയ സൗഖ്യത്തിൻ്റെ, ആന്തരിക സൗഖ്യത്തിൻ്റെ, ശാരീരിക വിമോചനത്തിൻ്റെ ഒരത്ഭുത ചിത്രീകരണമാണ്. യേശുക്രിസ്തുവാണ് അത് ചെയ്തത്. ഈ സമാപന ദിവസം മുതിർന്നവർക്ക് വേണ്ടി മാത്രമല്ല, വളരെ പ്രത്യേകമായി ചെറുപ്പക്കാരായിട്ടുള്ള സഹോദരീ സഹോദരന്മാരെ കൂടി ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. സ്നേഹിതരെ, 2 പേര് ഗദറായരുടെ നാട്ടിൽ കൂടി യേശു കടന്നു പോയപ്പോൾ അസ്വാഭാവികമായ രീതിയിൽ പെരുമാറുന്നതാണ് കാണുന്നത്. മർക്കോസിൻ്റെയോ ലൂക്കായുടെയോ സുവിശേഷത്തിൽ ഇതേ ഭാഗങ്ങൾ നാം വീണ്ടും വായിക്കുമ്പോൾ അല്പം കൂടി ഭീകരമായി തോന്നും ഈ രംഗം. ഇവർ കേവലം അലമുറയിട്ട് കരയുക മാത്രമല്ല, സ്വന്തം ശരീരത്തെ കല്ലുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച് ചോര വാർക്കുകയും യേശുക്രിസ്തുവുമായി അഭിപ്രായ സംഘർഷത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുകയും കർത്താവിനോട് വളരെ തീഷ്ണതയോടുകൂടി അകന്നു പോകണമെന്ന് ആഗ്രഹിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സുവിശേഷം പല പ്രാവശ്യം വായിക്കാൻ ജീവിതത്തിൽ ഇടവന്നു, നിങ്ങളെപ്പോലെ തന്നെ. അപ്പോഴെല്ലാം എനിക്ക് 2-3 കൗതുക ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഈ സുവിശേഷ ഭാഗം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഈശോയെക്കുറിച്ചോ ആ ചെറുപ്പക്കാരെക്കുറിച്ചോ ചെറുപ്പക്കാരനെ കുറിച്ചോ ഒന്നുമല്ല എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നിരുന്നത്. ഞാനൊരു 8-10 വയസ്സ് പ്രായമൊക്കെ ആയിരുന്ന കുട്ടിയായിരുന്നപ്പോൾ ഞാൻ സഹതാപപൂർവ്വം ഓർത്തത് ആ പന്നിക്കൂട്ടങ്ങളെയായിരുന്നു. ആ പാവം പന്നികൾ എന്ത് ചെയ്തു? അതുങ്ങൾ ആ വെള്ളത്തിൽ പോയി, കിഴക്കാൻ തൂക്കായ മലയിലൂടെ നടന്ന് വെള്ളത്തിൽ പോയി വീണ് ചാകാൻ ആ പാവങ്ങൾ എന്ത് ചെയ്തു? ഒരു കൗതുകം നിറഞ്ഞ ആത്മീയ ചോദ്യമാണ്. പക്ഷേ വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണെന്ന് ഞാൻ അച്ഛനായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി.
എന്തുകൊണ്ടാണ് ഈശോ ഈ അന്ധകാരത്തിൻ്റെ ശക്തികളെ മുഴുവൻ, തൻ്റെ മക്കളെ തകർത്തുകൊണ്ടിരുന്ന അവരിലെ ദൈവരൂപങ്ങളെയും ദൈവാത്മാവിനെയും ദൈവീകതയെയും തകർത്തുകൊണ്ടിരുന്ന ഈ മനുഷ്യരെ എന്തിനാണ്, ഈ ആത്മാക്കളെ എന്തിനാണ് പിടിച്ചിറക്കി പന്നിക്കൂട്ടങ്ങളിലേക്ക് വിടുകയും, തന്നെയല്ല പന്നിക്കൂട്ടങ്ങളിൽ വിട്ടിട്ട് ഈ പറമ്പിൽ നിന്ന് ആ പറമ്പിലേക്ക് ഓടിപ്പോകാൻ പറഞ്ഞാൽ പോരെ? അത് ഞാൻ ഓർത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പറമ്പിൽ, അയൽപക്കത്തെ പറമ്പിൽ ആട് കയറി വന്ന് റബ്ബറിൻ്റെ കിളുന്ത് തിന്നുമ്പോൾ ചാച്ചൻ പറയും, മക്കളെ ആ ആടിനെ അങ്ങ് ഓടിച്ചു വിട്ടേ. വൈകുന്നേരം പാടത്തെ കിളി ഇറങ്ങി നെല്ല് കൊത്താൻ വേണ്ടി തുടങ്ങുമ്പോൾ പടക്കൂന്ന അപ്പൻ വിടും, ഈ പൊട്ടാസോ പടക്കോ പോയി ഒന്ന് ഉറക്കെ പൊട്ടിച്ച് കിളികൾ പാഞ്ഞു പോകട്ടെ, ആരെയും കൊല്ലണ്ട. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മനുഷ്യർ ചിന്തിക്കുന്നത്. എന്നിട്ട് ഈ കർത്താവ് എന്തി ആ പന്നിക്കൂട്ടത്തിൽ അവരെ വിട്ടിട്ട് അങ്ങ് ഓടിച്ചു വിട്ടാൽ പോരെ, ഒരു കാട്ടിലേക്ക് വല്ലോ? എന്തിനാണ് അവരെ ഇങ്ങനെ ഈ വെള്ളത്തിൽ മുക്കി കൊന്നത്? നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? ചിന്തിക്കാത്തവരായിട്ടുണ്ടാകാൻ വഴിയില്ല. ഈശോ ചെയ്തതുകൊണ്ട് നിങ്ങൾ ആരും ചോദിച്ചില്ലെന്നേ ഉള്ളൂ. ഞാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ആത്മീയ രഹസ്യങ്ങൾ ഉണ്ടാകണം. ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഈ ആത്മാക്കൾ, അന്ധകാരത്തിൻ്റെ ആത്മാക്കൾ, ഈ ചെറുപ്പക്കാരെ കൊണ്ട്, പാടുന്ന നാവ് കൊണ്ട് അലമുറയിടാൻ പ്രേരിപ്പിച്ച ഈ ആത്മാവ്, സുന്ദരമായ, വളരെ സുന്ദരമായ ചെറുപ്പക്കാരുടെ യുവത്വം തുളുമ്പി നിൽക്കുന്ന, സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന, ശലീനത നിറഞ്ഞു നിൽക്കുന്ന മുഖവും ശരീരവും കല്ലുകൊണ്ട് മുറിവേൽപ്പിച്ച് രൂപരഹിതമാക്കാൻ അവരോട് ഒരു ദിവസം പല പ്രാവശ്യം രാവിലും പകലിലും പറയുന്ന ഈ ആത്മാക്കൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഈ ആത്മാവ് ബാധിച്ചിരിക്കുന്ന ആർക്കും മനസ്സിലാകില്ല. സ്നേഹിതരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, എല്ലാ ബ്രാൻഡ് കുപ്പികളുടെയും പുറത്ത് ആൽക്കഹോൾ ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഇല്ലേ? മദ്യം അപകടകരമാണ് ആരോഗ്യത്തിനെന്ന് കുറിച്ച് വെച്ചിട്ടുണ്ട്. പുകവലിച്ച് ക്യാൻസർ വന്ന ശ്വാസകോശങ്ങളുടെ യഥാർത്ഥ ചിത്രങ്ങൾ എടുത്തിട്ട് സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാക്കറ്റിന്റെ പടമൊക്കെ കണ്ടിട്ട് കുറേ കാലമായി. എങ്കിലും നമ്മളതെല്ലാം മേടിച്ച് വലിക്കുകയും പിന്നെയും കുടിക്കുകയും ചെയ്യും. എന്താണ് ഇതിനർത്ഥം? കല്ലുകൊണ്ട് ശരീരം മുറിവേൽപ്പിച്ച് ചോര വീഴ്ത്തിയ ഈ ചെറുപ്പക്കാരനോട് നീ എന്തിനാടാ കല്ലുകൊണ്ട് നിന്റെ ചങ്കു മുറിക്കണതെന്ന് അന്നേരം ചോദിച്ചാൽ അവൻ പറയും, ഇതൊരു സുഖമാണ്, ഇതൊരു സുഖമാണ്. നീ എന്തിനാണ് ഈ പുകവലിച്ച് അകത്ത് കയറ്റുന്ന നിന്റെ ചങ്ക് പറിച്ച് കളയണമെന്ന് അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും ധന്യമായ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് 18 വയസ്സ് പൂർത്തിയായി. സ്നേഹിതരെ, ടോമച്ചൻ അല്പം മുൻപ് സൂചിപ്പിച്ചു, ഞാനും ടോമച്ചൻ്റെയൊക്കെ ഒപ്പം ജർമ്മനിയിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ജോലി ചെയ്തിരുന്നു. പ്രഭാതത്തിൽ ഒരു 8 മണി സമയത്തൊക്കെ റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭീതി തോന്നുന്ന ഒരു കാഴ്ചയുണ്ട്. ഓമന തിങ്കൾക്കിടാവോ എന്ന് വിളിക്കാൻ പാകത്തിന് സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേര്, 14, 15, 16, 17 വയസ്സൊക്കെ പ്രായമുള്ള പെൺപിള്ളേരും ആൺപിള്ളേരും വികസിതമായ ഒരു ലോകത്തിന്റെ വികസിതമായ മുറ്റത്ത് നിന്നുകൊണ്ട് രാവിലെ 8 മണിക്ക് സ്കൂളിലേക്ക് പോകും വഴി ഒരു കട്ടൻ കാപ്പി പോലും കുടിക്കാതെ ഇങ്ങനെ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അത്രയ്ക്കത് പെരുത്തില്ലെങ്കിലും തിരിച്ച് ഞാൻ ഒരു ഏതാനും 8-9 വർഷം കഴിഞ്ഞ് നാട്ടിൽ ഞാൻ തിരിച്ചെത്തിയപ്പോൾ മനസ്സിലായി, പണ്ടത്തേക്കാൾ കൂടുതൽ സിഗരറ്റും ഞാൻ പോയ സമയത്തേക്കാൾ കൂടുതൽ ചാരായവും ബ്രാൻഡിയും ഒക്കെ ഈ നാട്ടിൽ വിറ്റ് പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആ കാറ്റിങ്ങോടും വീശി തുടങ്ങി എന്നാണ്. സ്നേഹിതരെ, നമുക്കെല്ലാവർക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഈ ആത്മാവ് ബാധിച്ചിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനും പറയില്ല ഇത് തെറ്റാണെന്ന്. കാരണം പറയാൻ അവന് കഴിയില്ല. അതുകൊണ്ടാണ് കർത്താവ് ആ ആത്മീയ പ്രക്രിയ ചെയ്തത്. എന്താണെന്നറിയാമോ? അവൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവൻ്റെ ദേഹം കുത്തി മുറിവേൽപ്പിച്ചപ്പോൾ ചോര കണ്ട് പൊട്ടിച്ചിരിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ അവനിലെ അശുദ്ധാത്മാവിൽ അഹങ്കരിച്ചിരുന്നു. ഭംഗിയായി പാടുമായിരുന്ന ആ ചെറുപ്പക്കാരൻ നാവിൽ സങ്കീർത്തനങ്ങൾ ഉരുവിടാൻ പാകത്തിന്, അവൻ ഇഷ്ടം പോലെ കവിത എഴുതി ചൊല്ലുവാൻ പാകത്തിന് സൗന്ദര്യമുള്ള ആത്മീയ ശബ്ദം അത് നാവിൽ തുളുമ്പിക്കാൻ ശേഷി കൊടുത്തിരുന്ന ദൈവത്തിനറിയാം, ഇപ്പോൾ ഇവൻ പാടുന്നില്ല, ഇപ്പോൾ ഇവൻ പറയുന്നില്ല, ഇപ്പോൾ ഇവൻ സംഭാഷിക്കുന്നില്ല, ഇപ്പോൾ ഇവൻ കവിത ചൊല്ലുന്നില്ല, ഇപ്പോൾ ഇവൻ എന്തും കണ്ട് ആസ്വദിക്കുന്നില്ല. മറിച്ച് ഇവൻ ചെയ്യുന്നതോ, ഇവന്റെ ശബ്ദം മുഴുവൻ പുറത്തു വരുന്നത് ഒരു സ്ക്രീമിംഗ് ടോണിലാണ്. അട്ടഹസിക്കുന്ന ശബ്ദം, അലമുറയിടുന്ന ശബ്ദം ഈ ചെറുപ്പക്കാരിൽ നിന്ന് പുറത്തു വരുന്നു. അതും കർത്താവിനറിയാം എവിടെ നിന്ന് പുറത്തു വരുന്നുവെന്ന്. അതുകൊണ്ട് തമ്പുരാൻ ചെയ്തത് എന്താണെന്നറിയാമോ? അട്ടഹസിക്കുന്ന ആത്മാവിനെ പുറത്തേക്ക് വിളിച്ചു, ചോര ചിന്തിക്കുന്ന ഈ ആത്മാവിനെ പുറത്തേക്ക് വിളിച്ചു, ദേഹം നശിപ്പിക്കുന്ന ഈ ആത്മാവിനെ പുറത്തേക്ക് വിളിച്ചു, സൗന്ദര്യമുള്ള മുഖത്തിന് കേടുവരുത്തുന്ന ഈ ആത്മാവിനെ പുറത്തേക്ക് വിളിച്ചു, മുടി കൊഴിപ്പിക്കുന്ന ഈ ആത്മാവിനെ പുറത്തേക്ക് വിളിപ്പിച്ചു, ശ്വാസകോശം തകർക്കുന്ന ഈ ആത്മാവിനെ പുറത്തേക്ക് വിളിപ്പിച്ചു, എല്ല് തകർത്ത് കളയുന്ന ഈ ആത്മാവിനെ പുറത്തേക്ക് വിളിപ്പിച്ചു, രക്തം
അശുദ്ധമാക്കി രോഗിയാക്കി മാറ്റുന്ന ഈ ആത്മാവിനെ പുറത്തേക്ക് വിളിപ്പിച്ചു. ശരീരത്തിന്റെ വിവിധ അന്തർഭാഗങ്ങളിൽ രോഗം, ഭീകരമായ ക്യാൻസർ പോലുള്ള രോഗം വരുത്തുന്ന ഈ ആത്മാവിനെ കർത്താവ് പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ പന്നിക്കൂട്ടത്തിലേക്ക് പോവുക, നിന്റെ പരിപാടി എന്താണെന്ന് ഇവരൊന്ന് കാണട്ടെ. അവൻ ചെന്ന് അവിടെ കയറിയതേ, അവനോട് ചെറുത്ത് നിൽക്കാൻ ശേഷിയില്ലാത്ത ജന്തുക്കൾ എന്ത് ചെയ്തു? കടലിൽ വെള്ളത്തിൽ പോയി വീണു ചത്തു. കാരണം എന്തെന്നറിയാമോ? ആ ആത്മാക്കൾക്കൊരു ലക്ഷ്യമുണ്ട്, മരണമാണ് ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, അവരിൽ ബാധിച്ചിരുന്ന ആത്മാക്കൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മരണമാണ്. മരിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു, കൂട്ടുകൂടി കൊണ്ടുപോവുകയായിരുന്നു നമ്മുടെ ഈ മക്കളെയെല്ലാം ഈ അശുദ്ധാത്മാക്കൾ. സ്നേഹിതരെ, അപ്രകാരമുള്ള ഒരു ലോകത്തിന്റെ മുൻപിൽ, അപ്രകാരമുള്ളൊരു ജീവിതാവസ്ഥയുടെ മുൻപിൽ, അപ്രകാരമുള്ളൊരു ജീവിത സാധ്യതയുടെ മുൻപിലാണ് സ്നേഹിതരെ ഞാനും നിങ്ങളും നിൽക്കുന്നതും ജീവിക്കുന്നതും. അപകടം പതിയിരിക്കുന്ന ഒരു ലോകം, മരണം പതിയിരിക്കുന്ന ഒരു ലോകം. അത് പതിയിരിക്കുന്നത് പുറത്താണെന്ന് നമ്മൾ കരുതും. മരണം കാവലിരിക്കുന്നത് പുറത്താണെന്ന് നമ്മൾ കരുതും. അല്ല, പലപ്പോഴും മരണം കാവലിരിക്കുന്നത് അകത്താണ്, അത് ആത്മാവിലാണെന്ന് നമ്മൾ കരുതും. പക്ഷെ വചനം പറയുന്നു, ആത്മാവിനെ, ശരീരത്തെ മാത്രം നശിപ്പിക്കാനല്ല, ആത്മാവിനെയും ശരീരത്തെയും നശിപ്പിക്കുന്നവനാണ് ഈ മരണത്തിന്റെ ശക്തിയെങ്കിൽ സ്നേഹിതരെ, മരണം പതിയിരിക്കുന്നത് ആത്മാവിൽ മാത്രമല്ല, ശരീരത്തിലും ഈ മരണം പതിയിരിക്കും. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഡെലിവറൻസിനെ കുറിച്ച്, വിമോചനത്തെ കുറിച്ച്, ആത്മീയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സഭയെ തൻ്റെ പുസ്തകത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയും, ആരെങ്കിലും ദൈവത്തിൻ്റെ നാമത്തിൽ വിമോചിപ്പിക്കപ്പെടാൻ, വീണ്ടെടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ആദ്യം വീണ്ടെടുക്കപ്പെടേണ്ടത് പഞ്ചേന്ദ്രിയങ്ങളിലാണ്. കണ്ണിൽ, കാതിൽ, സ്പർശനത്തിൽ, ശ്വസനത്തിൽ, രുചിയിൽ, പഞ്ചേന്ദ്രിയങ്ങളിൽ വിമോചിപ്പിക്കപ്പെടണം. എന്താണ് അതിനർത്ഥം? ഈ ഭൂമിയിലെ കാഴ്ചകൾ, ഈ ഭൂമിയിലെ കേൾവികൾ, ഈ ഭൂമിയിലെ സ്പർശനം, ഈ ഭൂമിയിലെ രുചി, അതുള്ളിൽ കടർന്ന് നമ്മെ കീഴടക്കി കർത്താവ് നമുക്ക് തന്ന രൂപം തകർത്ത് കളയുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കിക്കൊണ്ടാണ്. അതിനെക്കുറിച്ച് മാർപ്പാപ്പയ്ക്ക് അറിവുള്ളത് കൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്, ആരെങ്കിലും ദൈവനാമത്തിൽ വിമോചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ആത്മാവിനെയും ശരീരത്തെയും, പ്രത്യേകിച്ച് ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കുക. ഓരോ ദിവസവും നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഒത്തിരി സമ്പത്ത് എത്തിക്കുന്നുണ്ട്, ഒത്തിരി ഭക്ഷണം എത്തിക്കുന്നുണ്ട്. അവയെ ധ്യാനിച്ചും അവയെ സ്പർശിച്ചും ഒക്കെ നമ്മൾ ബലഹീനരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹിതരെ, കർത്താവ് വിമോചിപ്പിച്ച ആ ചെറുപ്പക്കാരൻ, അവൻ തമ്പുരാന്റെ പിന്നാലെ പോയി, അവൻ ദൈവമുഖം, ദൈവത്തിൻ്റെ ഛായ വീണ്ടെടുത്തു. കാരണം എന്താണ്? ദൈവം അവനെ സ്നേഹിച്ചു. ഈശോ അവനെ സ്നേഹിച്ചത് കൊണ്ടാണ് അവൻ്റെ പിറകെ വന്നത്, അവൻ്റെ പിറകെ ചെന്ന് അവനെ വിമോചിപ്പിച്ചത്. ഈശോ അവനെ സ്നേഹിച്ചു. എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ദൈവം നമ്മെ വിമോചിപ്പിക്കും. നമ്മെ വിമോചിപ്പിക്കാൻ വേണ്ടി നമ്മെ പുറകെ വരുന്ന കർത്താവിന് ഒരു കാരണമേ ഉള്ളൂ നമ്മുടെ പിറകെ ഇങ്ങനെ വരാൻ. ആ കാരണത്തിൻ്റെ പേര് സ്നേഹം എന്നാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഞാൻ എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ആദ്യത്തെ വർഷം ബാംഗ്ലൂരിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ഞാൻ ധ്യാനിപ്പിക്കുകയാണ്. അവരിൽ ഭൂരിഭാഗം പേരും നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ പഠിക്കാനെത്തിയിരിക്കുന്ന നേഴ്സിംഗ് സ്റ്റുഡൻസും എൻജിനീയറിംഗ് സ്റ്റുഡൻസൊക്കെയാണ്. ഞങ്ങളുടെ ധ്യാനമന്ദിരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ധ്യാനം നടക്കുക. ഞാനവിടെ ഇടയ്ക്ക് അതിഥിയായി എത്തുകയും വചനം പറഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു കൊച്ചച്ഛനായിരുന്നു. സ്നേഹിതരെ, ഒരിക്കൽ ഞാനെങ്ങനെ ഈ കുട്ടികൾക്ക് വചനം പറഞ്ഞ് വ്യാഖ്യാനിച്ചു കൊടുക്കവേ വളരെ അസ്വാഭാവികമായി ആൾക്കൂട്ടത്തിനിടയിൽ, ആ യുവജന കൂട്ടത്തിനിടയിൽ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു. അവൻ എല്ലാവരും കണ്ണു തുറച്ച് എന്നെ നോക്കുമ്പോൾ അവൻ കണ്ണ് താഴേക്കിട്ട് നിൽക്കും. എല്ലാവരും മുഖം താഴേക്ക് കുനിക്കേണ്ട ഏതെങ്കിലും ഒരു ഭാവം വന്നാൽ അവൻ ശിരസ് മുകളിലേക്ക് ഉയർത്തും. എന്താണ് അതിനർത്ഥം? അവൻ വ്യത്യസ്തനാണെന്നാണ് അർത്ഥം. ഞാൻ ഈ ധ്യാനത്തിൻ്റെ ഇടവേളയിൽ പുറത്തേക്ക് ചെന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ മലയാളിയാണ്. അതവൻ്റെ ബന്ധത്തിലുള്ള ഒരു വൈദികനെ പരിചയപ്പെടുത്തിയതിന് ശേഷം അവനോട് പറഞ്ഞു, ഞാൻ ഈ അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ ബാംഗ്ലൂരിൽ വന്ന് പഠനം ആരംഭിച്ചു. പക്ഷേ എനിക്കൊരു പുതിയ താല്പര്യമുണ്ട് അച്ഛാ. എനിക്കൊരു ഇൻ്റലക്ച്വൽ ഇൻട്രസ്റ്റ്, എനിക്കൊരു പുതിയ താല്പര്യമുണ്ട്, ഒരു ബൗദ്ധിക താല്പര്യം. ആ താല്പര്യം ഇതാണ്, ഞാൻ പഠിക്കുന്ന ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസിലോ പരിസരങ്ങളിലോ ഉള്ള നിരീശ്വരരും നാസ്തികരുമായ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയെ പ്രതിനിധീകരിക്കുന്ന ഒരു ഭാരവാഹിയാണ്.
എനിക്കവർ ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. 4 പേജ് ദൈർഘ്യമുള്ള ഒരു ലേഖനം എഴുതണം. ആ ലേഖനത്തിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെ ആയിരിക്കണമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ദൈവം അല്ല, ഭൂമിയിൽ ജനിച്ച ഒരു നല്ല മനുഷ്യൻ, ഭൂമിയിൽ ജനിച്ച് നല്ലൊരു മനുഷ്യൻ, ഭൂമിയിൽ മരിച്ച നല്ലൊരു മനുഷ്യൻ, ദൈവമല്ല. ഇതാണ് എൻ്റെ ദൗത്യം. യേശുക്രിസ്തു കൊള്ളരുതാത്തവനാണെന്നൊന്നും എഴുതണ്ട. ഭൂമിയിൽ ജനിച്ചു മരിച്ചു പോയ ഒരു മനുഷ്യൻ. എനിക്കവർ പറഞ്ഞത് അങ്ങ് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഉള്ളിലെ ബൗദ്ധിക താല്പര്യം ഉണർന്നു. ഞാനിപ്പോൾ ഇതിന് സപ്പോർട്ടിങ് എവിഡൻസസ് ഒക്കെ ഇപ്രകാരമുള്ളൊരു ലേഖനം എഴുതാനായിട്ട് എന്തെങ്കിലുമൊക്കെ തപ്പി നടക്കുക, ആശയങ്ങളും ചിന്തകളുമൊക്കെ ഞാനിങ്ങനെ തേടി നടക്കുക. അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കാമോ? അച്ഛൻ്റെ കയ്യിൽ വല്ല വ്യത്യസ്തമായ പുസ്തകങ്ങളുമുണ്ടോ? ഞാൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഉണ്ടടാ, നീ വാ. ചെറിയൊരു ഇടവേളയാണ്. ഞാൻ മുകളിൽ എൻ്റെ മുറിയിലേക്ക് പോയി. അന്ന് എൻ്റെ കയ്യിൽ 3 പുസ്തകങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഒരു പ്രാർത്ഥനാ പുസ്തകം, 2 ആ കാലഘട്ടങ്ങളിൽ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും പുതിയ ആയി രചിക്കപ്പെട്ട, വിവർത്തനം ചെയ്യപ്പെട്ട ജീവചരിത്രം, 3 POC പബ്ലിഷ് ചെയ്ത ഒരു മലയാളം സമ്പൂർണ്ണ ബൈബിൾ. അത് ഞാൻ എൻ്റെ ധ്യാനത്തിന് വേണ്ടി കൊണ്ടുപോയതാണ്. ഞാൻ ഈ 3 പുസ്തകങ്ങളും കൂടി എൻ്റെ നാട്ടിലെ ഒരു ടെക്സ്റ്റൈൽസ് ഷോറൂമിൻ്റെ കൂട്, അതിൻ്റെ പാക്കറ്റിനാകും ഞാൻ കൊണ്ടുപോയി എൻ്റെ ബാഗിലുണ്ടായിരുന്നതാണ്. അതിനുള്ളിൽ ഞാൻ പാക്ക് ചെയ്ത് ഒട്ടിച്ചിട്ട് ഞാൻ ഈ ചെറുപ്പക്കാരന് തുറന്നു കാണിച്ചില്ല. തുറന്നു കാണിച്ചാൽ അവനത് മേടിക്കുകയല്ലോ, എനിക്ക് തിരക്കാണ്, നീ വേഗം കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു, വേഗം പൊക്കൂ എന്ന് പറഞ്ഞ് അവനത് ആ പൊതി തുറക്കാൻ അവസരം കൊടുക്കാതെ ഞാൻ അവനെ പറഞ്ഞു വിട്ടു. അവൻ ആ പൊതിയും പിടിച്ചുകൊണ്ട് ഭ്രാന്തനെ പോലെ എൻ്റെ മുറിയിൽ നിന്ന് താങ്ക് യു ഫാദർ എന്ന് പറഞ്ഞു ഓടി. അവന് കിട്ടാനുള്ളത് കിട്ടിയല്ലോ. അവന് 1.5 ആഴ്ച കൊണ്ട് 4 പേജ് ദൈർഘ്യമുള്ള ഒരു ലേഖനം എഴുതാം. യേശുക്രിസ്തു ചുമ്മാ മനുഷ്യനായിരുന്നു. ഒരു കത്തോലിക്ക പുരോഹിതൻ ചെയ്ത സഹായമേ അവന് വലിയ സന്തോഷമായെന്ന് തോന്നണം. അവനെ ഞാൻ മറന്നില്ല, അവൻ എന്നെ മറന്നിട്ടുണ്ടാവും. ആ പുസ്തകങ്ങൾ ഞാൻ മറന്നില്ല. എനിക്കത് തിരികെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ തരുവോ ഇല്ലെന്ന് എനിക്കറിയില്ല. അവനെ പിന്നീട് കണ്ടു കിട്ടാനും സാധ്യതയില്ല. ഞാൻ 4 പ്രാർത്ഥിക്കുന്ന മനുഷ്യരോട്, മധ്യസ്ഥ പ്രാർത്ഥനക്കാരായിട്ടുള്ള 4 ആളുകളോട് ഈ ചെറുപ്പക്കാരൻ്റെ പേരും അവൻ്റെ ഉദ്ദേശവും നിയോഗവും പറഞ്ഞ് പ്രാർത്ഥിക്കാനായി ചുമതലപ്പെടുത്തി. അവരോടൊപ്പം ഇടയ്ക്കൊക്കെ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു ഈ പയ്യന് വേണ്ടി. സ്നേഹിതരെ, ഞാൻ 1-2 മാസങ്ങൾക്ക് ശേഷം ബാംഗ്ലൂർ വഴി പോകുമ്പോൾ വീണ്ടും ഞങ്ങളുടെ ഈ ധ്യാന മന്ദിരത്തിൽ ഞായറാഴ്ച രാവിലെ കുർബാന ചൊല്ലി. 8 മണി സമയത്തെ കുർബാന. അന്ന് ഉച്ച കഴിഞ്ഞുള്ളൊരു ധ്യാനത്തിൽ വീണ്ടും ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയോ ഈ ചെറുപ്പക്കാരൻ, ഞാൻ അവിടെ ഉള്ളതറിഞ്ഞിട്ടായിരിക്കണം, അവൻ രാവിലെ തന്നെ അവിടെ എത്തി. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ വളരെ രൂപരഹിതമായി വസ്ത്രം ധരിച്ച, കുളിച്ചിട്ട് നാളുകളായെന്ന് തോന്നും വിധം അലസമായി കാണപ്പെട്ട മുഖഭാവവുമായി ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. അവൻ ഭക്ഷിച്ചിട്ടുണ്ടാകണമെന്നില്ല, അവനെ ശുദ്ധമാക്കിയിട്ടുണ്ടാകണമെന്നില്ല. ഒന്ന് മാത്രം അവൻ്റെ മുഖത്തു നിന്ന് കിട്ടും: അവൻ രോഗിയാണ്, അവൻ ക്ഷീണിതനാണ്, അവൻ തളർന്നവനാണ്. ഞാൻ ഇവനെ കണ്ടവൻ്റെ വരികിലെത്തിയപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നെ ഓർമ്മയുണ്ടോ? അവൻ്റെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കവനെ തിരിച്ചറിഞ്ഞു. ഞാൻ അവനെ തിരിച്ചറിഞ്ഞു. എനിക്കവനെ ഓർമ്മ വന്നു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, എനിക്ക് നിന്നെ ഓർമ്മയുണ്ട്, നിനക്കെന്തു പറ്റി? അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അവനുമായി ഞാൻ ആ മുറിയുടെ പരിസരത്തേക്ക് പോയി വീണ്ടും ചോദിച്ചു, മോനെ, നിനക്കെന്തു പറ്റി? അവൻ എന്നോട് അന്ന് പറഞ്ഞ മറുപടി ലോകത്തിൽ എവിടെയെല്ലാം സഞ്ചരിച്ചിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവൻ ബുദ്ധിമാനാണ്, അവൻ മിടുക്കനാണ്, അവൻ ഈശോയുടെ മകനാണ്. അതുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ പറയാനെന്ന് തോന്നിയത്. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈശോയെ വായിക്കാൻ തുടങ്ങി. ഞാൻ ജാഗ്രതയോടെ, ജിജ്ഞാസയോടെ, താല്പര്യത്തോടെ ഞാൻ യേശുക്രിസ്തുവിനെ വായിക്കാൻ തുടങ്ങി. അച്ഛൻ തന്ന പുസ്തകങ്ങളിൽ ആദ്യമായി ഞാൻ വായിക്കാൻ തുടങ്ങി. ആദ്യത്തെ 1-2 ആഴ്ച എൻ്റെ വായനയായിരുന്നു, എൻ്റെ എഴുത്തും. 2 ആഴ്ച ഞാൻ യേശുക്രിസ്തുവിനെ വായിച്ചു കഴിഞ്ഞതേ രാവും പകലും ആ ക്രിസ്തു എന്നെ വായിക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ യേശുക്രിസ്തുവിനെ വായിക്കാൻ തുടങ്ങി. 2 ആഴ്ചയോളം ഞാൻ ക്രിസ്തുവിനെ വായിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വായിക്കാൻ തുടങ്ങി. ഉറക്കെ വായിച്ചു. അവൻ അതിഗംഭീര ശബ്ദത്തിൽ എന്നെ വായിക്കാൻ തുടങ്ങിയച്ചാ. അവൻ എന്നെ വായിക്കുന്നത് കേട്ടു. ഞാൻ തളർന്നു, ഞാൻ മുറിഞ്ഞു, ഞാൻ മടുത്തു. എന്നെ സഹായിക്കണം. അവൻ എന്നോട് പറഞ്ഞത് എന്നെ രക്ഷിക്കണമെന്നാണ്. രക്ഷകൻ ഞാനല്ലാത്തത് കൊണ്ട് ഞാൻ അവന് വേണ്ടി വാക്കുകൾ മാറ്റി പറയുകയാണ്. അവൻ പറഞ്ഞു, അച്ഛാ, എന്നെ സഹായിക്കണം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തി. എനിക്കറിയാം, ദൈവം അവനെ വായിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം അവനോട് അവൻ ആരാന്ന് കർത്താവ് അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ്റെ വീട്ടിലും അവൻ്റെ ആത്മാവിലും പരിശുദ്ധാത്മാവ് സന്ദർശനം നടത്തി കഴിഞ്ഞിരുന്നു എന്നുള്ളതിൽ സംശയമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ദൈവം എന്നെ അനുഗ്രഹിക്കും. ഞാൻ അവനെ എൻ്റെ കൂട്ടത്തിൽ കൂട്ടി. ഹല്ലേലൂയ. സ്നേഹിതരെ, ഇനി കൂടുതൽ ഞാൻ ആ പയ്യനെ കുറിച്ച് പറയുന്നില്ല. പുരോഹിതൻ എന്നുള്ള നിലയിൽ, ഒരു ക്രൈസ്തവ ശുശ്രൂഷയിൽ കഴിയുന്നൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാനിന്ന് ആനന്ദിച്ചുല്ലസിക്കുകയാണ്. ആ കുടുംബം ഇന്നും എൻ്റെ സൗഹൃദ വലയത്തിലുണ്ട്. യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ഭാര്യ ഒരു കാറ്റക്കിസം ടീച്ചർ, അവന് 3 മക്കൾ ഇപ്പോഴുണ്ട്. 3 പേരും മിടുക്കരായിട്ടുള്ള കുട്ടികൾ. ഒരിക്കൽ ഞാൻ അവൻ്റെ ഭവനം സന്ദർശിച്ചു. അവനും അവൻ്റെ ഭാര്യയും മുട്ടുകുത്തി കൈവിരിച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൊന്ത ചൊല്ലുന്നത് കണ്ടു. അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അവൻ്റെ 2.5 വയസ്സ് പ്രായമുള്ള മൂത്ത കൊച്ചു മരിയ, അവൾ മുട്ടുകുത്താൻ നോക്കി 3 പ്രാവശ്യം മുഞ്ഞിയും കുത്തി വീണു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, കർത്താവേ, നീ കാത്തുവെച്ചിരുന്ന ആത്മാവിനെ കിട്ടേണ്ടടുത്ത് കിട്ടി, അവനത് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിതരെ, യേശു ക്രിസ്തു ഉറക്കെ അവനെ വായിച്ചു. അവൻ മുഖം പൊത്തി താഴെ വീണു.